മംഗല കേക്ക് എനിക്ക് ആയിക്കോ ഇനി ചെറുതാ. ഇതെന്താ ഇനി ഇത്ര ചെറുപ്പത്തില് ഭാര്യ നീളം കൂട്ടിട്ട് പോന്നാ നമ്മളൊന്നും കൂട്ടാണ്ട് സ്കൂളിലെ കുട്ടീനെയാ ഇപ്പൊ തന്നെ അതാ മനസ്സിലിരിപ്പ്. ടീച്ചർ ഒന്നും കേക്കണ്ട അതിന്റെ. ഹലോ ഗേസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അന്നൂസിന്റെ മനസ്സിലിരിപ്പിങ്ങൊക്കെ എല്ലാം ഒന്ന് കേൾക്കണം. അന്നൂസിനോട് ഞാൻ അവൻ്റെ പോക്കൊടുക്കലെ പൈസ ഒക്കെ ചോദിച്ചിന്. അപ്പോൾ ആ പോക്കൊടുക്കലെ പൈസ എനിക്ക് തരുമെന്നെല്ലാം പറഞ്ഞു. നമ്മൾ ഊട്ടിയിൽ പോകും, അന്നേരം പെട്രോൾ അടിച്ചു തരാം, അങ്ങനെ ഇങ്ങനെയാണെന്നല്ലോ. എന്നിട്ട് ഇപ്പോൾ അവന് വാക്കെല്ലാം മാറിയിട്ടുള്ള. അന്നോ അതെന്താ ഇനിയിപ്പോൾ പൈസ തരൂല എന്ന് പറയുന്നേ? പോക്കൊടുക്കലെ പൈസ എവിടെ എന്തിനാ? ആരൊക്കെ പോവാ? ആരൊക്കെ പോവാ? ഏതോളാ? ഇതെന്താ ഇനി ഇത്ര ചെറുപ്പത്തില് ഭാര്യ നീളം കൂട്ടിട്ട് പോന്നാ നമ്മളൊന്നും കൂട്ടാണ്ട്? അപ്പൊ പൈസ എന്റെ പോക്കൊടുക്കൽ പൈസ എന്റെ അടുത്തുള്ള അത് ഞാൻ എടുക്കുക. പോക്കൊടുക്കൽ പൈസ എനക്ക് വേണം. ആ പൈസ ഞാൻ എടുക്കത്. പിന്നെ എങ്ങനെയാ ഇന്റെ പൈസ മോനെ, ഇന്റെ പൈസ പാപ്പക്ക് തരണോ? നമുക്ക് ഊട്ടി പോകുമ്പോ കാറിന് പെട്രോൾ അടിക്കലും ചെയ്യണ്ടേ? എന്തുകൊണ്ടാ? മംഗല കേക്ക് എനിക്ക് ആയിക്കോ ഇനി ചെറുതാ. വല്ലത് കൊറേ കാലം കഴിയണ്ടേ? ആ പൈസ അപ്പോഴത്തേക്ക് എനിക്ക് വേറെ പൈസ കിട്ടും. പോക്കെടുക്കല പൈസ എനിക്ക് വേണം. അതെല്ലാം അന്നേരം പാപ്പക്ക് വേറെ പൈസ തരുമായിരിക്കും. അതല്ല ഇഞ്ഞാരിയ കണ്ടുവെച്ച മംഗലം കഴിച്ചിട്ട് എനിക്ക് പൊരിയല്ലേ ഉണ്ട് അവിടെ? ഇത് നമ്മളെ പൊരിയല്ലേ? ഇത് ഉമ്മാമാന്റെ പൊരിയല്ലേ? വേറെ പെണ്ണിന്റെ പോനെ പോക്ക് കൂട്ടിട്ട് ഞാൻ ഏത് പൊരക്കാ പോവാ? ഇത് ഉമ്മാമാന്റെ പൊരിയല്ലേ? ഊട്ടിയില്ല വണ്ടിയൊന്നും ഇല്ലാണ്ട് ഇഞ്ഞെങ്ങനെയാ പോവാ? നമ്മളെ ബാപ്പാന്റെ വണ്ടിയല്ലേ? എനിക്ക് പൈസ ബസ്സാ? ബസ്സിന് പോവാൻ പൈസ വേണ്ടേ? എന്റെ അടുത്തുള്ള പൈസ ബാപ്പ ഇങ്ങെടുക്കൂ. പോക്കൊടുക്ക ഇപ്പൊ ഞാന് ആടൊക്കെ ചോദിക്കട്ടെ, അത്ര പൈസക്ക് എനിക്കിപ്പോ മംഗലം കഴിക്കാൻ പറ്റുവാ? എനിക്കിതാരെ പെണ്ണ് തരിക? അല്ല ഈ ബാത്റൂമിലെല്ലാം പോയി കക്കൂസിലെല്ലാം പോയി എനിക്കാരെ കൈ തരും ചെയ്യാ? ഓളാ അതെന്തെല്ലാം കളിയാ? ഞമ്മളൊന്നും കൂട്ടാണ്ട എനിക്ക് പോവാ ഊട്ടിയില്ലല്ലോ? ഊട്ടിയിലെല്ലാം പോവാ നമ്മളൊന്നും കൂട്ടാണ്ട? മണാലിയില്ല, മണാലിയില് നമ്മളാ പോകുന്നത്. നമ്മളെ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് നമ്മള് പോകുന്നത്. ഇനി എന്തായാലും മംഗലം കഴിക്കുന്നല്ലേ? പിന്നെ സ്കൂളെല്ലാം ചേർത്തിട്ടുണ്ട് ബാപ്പ പൈസ എല്ലാം കൊടുത്തിട്ട്. അപ്പൊ ഇനി എന്നാ സ്കൂളിൽ പോവാണ്ട് ഇനി ഓളെയും കൂട്ടിട്ട് പോവാൻ നിക്കുന്ന? സ്കൂളിലെ കുട്ടീനെയാ ഇപ്പൊ തന്നെ അതാ മനസ്സിലിരിപ്പ്. ടീച്ചർ ഒന്നും കേക്കണ്ട അതിന്റെ. ഇതെല്ലാം കേട്ടിട്ട് ടീച്ചർ വിചാരിക്കും ഇതേത് എന്റെ ടീച്ചറെല്ലാം കാണുന്ന വീഡിയോ. ഇങ്ങനത്തെ മനസ്സിലിരിപ്പും കൊണ്ട് സ്കൂളിൽ പോകുന്നേ. സ്കൂളിൽ പോയാല് പഠിക്കാനല്ല ടിക്കറ്റെല്ലാം എടുത്തിട്ട് നമ്മള് പോന്ന. എന്റെ ഫാത്തിമ എന്റെ കൂളിംഗ് ഗ്ലാസ് എല്ലാം ഇങ്ങനെ തരണോ? അത് എനിക്ക് വെക്കണ്ടിയാ? കൂളിംഗ് ഗ്ലാസ് എല്ലാം എടുത്ത് അത് ഇങ്ങനെ തരണേ. അതെനിക്ക് തന്നെ ഒന്നല്ല, നമുക്ക് ഊട്ടി പോകുമ്പോ നമ്മക്ക് വേണം. നമ്മള് ബുക്കെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മള് കാറ് കിട്ടുന്നുണ്ട്. നമ്മള് പോകും. 4 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. മങ്കി കേപ്പും ഇതെല്ലാം വെച്ചിട്ടെല്ലാം പോണം. ഊട്ടിയിൽ തണുപ്പെല്ലാം ഉണ്ടാവില്ല.
ഇനി എന്റെ ഓളൊക്കെ പോട് നീ മകൾ കഴിക്കുന്നല്ല പറഞ്ഞേ. എന്നാലും ഇനി എന്നോട് പോക്കൊടുക്ക തരൂന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇനി ഇങ്ങനെ പറയുന്നേ? മങ്ങൾ കഴിക്കാൻ ബാപ്പ അന്നേരം വേറെ പൈസ തരും. ഇത് ബാപ്പാക്ക് വേണം പെട്രോൾ. ഞാൻ പറഞ്ഞു പഠിച്ചിട്ടില്ല ഗൈസ്. നല്ല ദേഷ്യം പിടിച്ചിട്ട് എപ്പോഴും ഒറ്റ പോക്ക് പോയിന് കേട്ടോ. അന്നോ എന്നാ ഓനെ കിടന്നോട്ടെ. നമ്മളെ ടിക്കറ്റ് എല്ലാം എടുത്തിയല്ല നമ്മള് പോന്നാന്നേ. ഇനി ഇവിടെ വെക്കണേ. ഉപ്പാപ്പയെല്ലാം ഇങ്ങ് വരൂ. ഇനി ഇങ്ങ് വാ. വണ്ടി മംഗലം വെച്ചിട്ട് പോന്നല്ലേ? ദേഷ്യത്തിലുള്ള അപ്പൊ അന്നൂസിനെ ഒന്ന് നന്നാക്കിയിട്ട് എടുക്കണം. ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ട് നന്നാക്കി എടുക്കണം. അന്നോ അന്നോ ബാപ്പ വെറുതെ പറഞ്ഞത് അതിനെ കൂട്ടില്ലെല്ലാം പോകുന്നു. ഇനി നമ്മളെയും കൂട്ടിയാൽ മതി. ഇന്റെ ഓളിയെല്ലാം കൂട്ടിട്ട് പോകുന്നു. ഓക്കെ അല്ല? ചോക്ലേറ്റ് വേണം. ചോക്ലേറ്റ് എല്ലാം മാറി അല്ല? സ്വഭാവം മാറി. അന്നൂസ മംഗലം കഴിക്കൽ എന്ന് വെച്ചാല് സ്കൂളിലെല്ലാം പോയിട്ട് വലുതായിട്ട് എല്ലാം ഇതായത് ബാപ്പ എന്നെ നല്ലോണം പഠിക്കെല്ലാം ചെയ്താലുണ്ടല്ലോ. നല്ലോണം പഠിക്കെല്ലാം ചെയ്ത് നല്ലൊരു പണിയെല്ലാം കിട്ടിയാൽ ബാപ്പ എന്നെ എനിക്ക് ഒരു പെണ്ണിനെ മംഗലം കഴിപ്പിച്ചു. ഓക്കെ? അല്ലാണ്ട് ഇനി ഇപ്പൊ സ്കൂളിൽ പോയ പാടിനെ മംഗലം കഴിക്കും. എല്ലാവരും വേണം. മംഗലത്തിന് എല്ലാവരും ഉണ്ടാവുമല്ലോ. എല്ലാവരും ഉണ്ടാവും. ഇതെന്നാ മൈമൂനമ്മ ഇനിയല്ല എനിക്ക് വരുന്ന ഓർമ്മ വന്നേ? നിയാലിനി മൈമൂനമ്മ ഇനി ഓർമ്മ വന്ന എനിക്ക്? വേറെ ആരും വേണ്ട? എൻസിയ അതാരാ? മൈമൂനമ്മ ഇല്ല? എൻസിയ പിന്നെ ആരാ? വേറെ ആരാ? കുഞ്ഞിപ്പൊടിയെന്ന് വേറെ ആരും വേണ്ട? കുഞ്ഞിപ്പൊടിയെന്ന് വേറെ ആരും വേണ്ട? ഈസിയൊന്നും വേണ്ട? അത്തയൊന്നും വേണ്ട? ഈസ ഇന്റെ ചങ്ങായി ഈസ ഇല്ലേ? കൊണ്ട് വേണ്ട അല്ലേ? ഇനി വിളിച്ചാ വരൂലേ? മംഗലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വരൂലേ? അപ്പൊ ഗൈസ് നമ്മളിനി ചോറ് തിന്ന സമയമായി. പിന്നെ ഫാത്തിമ നല്ല പൊതിച്ചോറെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അന്നൂസ നമുക്കെന്നാ ചോറ് തിന്നാ? ഞാനും അന്നൂസ് പൊതിച്ചോറ് തിന്നാൻ പോവാണ്. അന്നൂസ നേരെ ഇരിക്ക്. അപ്പൊ അന്നൂസിനെ ചെറിയതാണ് ഇത്. ബാപ്പാൻ്റെ ചോറ് കുറേ ഉണ്ടായിട്ടൊക്കെ വയ്ക്കാല്ലേ? അയില പൊരിച്ചത് ബാപ്പ വിളിച്ചേരി. എനിക്കാവൂലടാ, മറിഞ്ഞു പോകും. ബാപ്പ വിളിച്ചേരാ. എന്നെ സൈതാ എന്നോ ഇതാ ഓംപ്ലേറ്റ് പൊരിച്ചത്. നേരത്തെ തുടങ്ങി നമ്മൾ ലാസ്റ്റ് ഞാൻ കുളിക്കൽ ചെയ്തിട്ട് ഇപ്പോഴും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ നമ്മളെക്കാട്ട് മുന്നേ തുടങ്ങി. ഫാത്തിമാക്ക് എന്ത് വേണം? വെള്ളറ്റ് വേണം? ഇത് വേണ്ടല്ലോ? ഇരിക്കാനേലില്ല അല്ല? നമ്മളെ മേശയിലോ ഇതായിട്ടില്ല. വേണം കറിയേറ്റം വേണം? ഇനി കറിയൊന്നും വേണ്ടേ? കൊതിച്ചോറിന് കറി വേറെ ഉണ്ട്. കറി വേണമെങ്കിൽ തരാം. കറി വേണോ? വെച്ചിട്ട് എല്ലാം വെച്ചിട്ട് കുഴച്ചിട്ട് തിന്നു. ഇഷ്ടപ്പെട്ടിനാ അന്നൂസേ? അടിപൊളി. പപ്പടം കിട്ടിയില്ലല്ലോ? പപ്പട
പപ്പട സൈഡിൽ വെച്ചാട്ടാ. പപ്പട അതിൽ വെച്ചാൽ പതർ മേടിച്ചു വന്നതിന് വേറെ തന്നെ വെച്ചാട്ടാ അനു. കറി വേണമെങ്കിൽ കറിയും ഉണ്ട്, കൊഞ്ചൻ ചാറ്. അപ്പോൾ കൊഞ്ചൻ ചാറൊന്നും വേണമെന്നില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അന്നൂസിന് കറി വേണോ? എന്നാൽ പാപ്പ കഴിക്കാം. ഇനി അങ്ങനെ തന്നെ കഴിച്ചോട്ടാ. അന്നൂസിൻ്റെ ഡയലോഗല്ലേ ഉള്ളൂ. അന്നൂസ് ഒരു പശ കഴിച്ചിട്ടില്ല, ഫുള്ള് ബാക്കിയാണ്. എനിക്ക് ഞാൻ വഹിച്ചിട്ട് ഞാൻ വാരി കൊടുക്കുന്ന. ഇനി ഡയലോഗിനുള്ള മോശം ഉണ്ടാവില്ല, പക്ഷേ ചെയ്യൂല എന്നുള്ളൂ. എന്നാൽ വേഗം ബൈക്ക് നല്ല മതി, നല്ല മതി വെച്ചിട്ട് എന്നിട്ട് നമുക്ക് മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോവാം. വേഗം ബൈക്ക്. പപ്പടം വേണോ? പപ്പടം വേർക്കാം.